അടുത്ത നമുക്ക് കിടക്കുന്ന എന്താണ്? ആൻ ഫ്രാങ്കിന് ശേഷം കിടക്കുന്ന അമാൻഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയമാണ് അല്ലെ, അമാൻഡ. അപ്പൊ അമാൻഡ എന്ന് പറയുന്ന പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയെ അവളുടെ മദർ എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യിക്കുന്നു, വളർത്തുന്നു. ഏതൊക്കെ രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവൾ പെരുമാറേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവൾ സംസാരിക്കേണ്ടത്, ഇരിക്കേണ്ടത്, ചിരിക്കേണ്ടത്, കിടക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? അമാൻഡ എന്ന് പറയുന്ന കുട്ടിയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പോയത്തിലൂടെ നോക്കാം. നോക്കിയേ, എവ്രി child feels that she or he is controlled and instructed not to do one thing or another. You too may feel that your freedom is curtailed. Write down some of things you want to do, but your parents, elders do not allow you to. To read the poem aloud from pairs, each reading alternate stanzas, you are in for a surprise. അപ്പോൾ നോക്കൂ, എവ്രി ചൈൽഡ്, എല്ലാ കുട്ടിയും എന്ത് ചെയ്യാണ്? ഫീൽസ് he or she അല്ലെ is controlled and instructed to do one thing or another അല്ലെ. ഒരു കാര്യം ചെയ്യണമോ ചെയ്യരുതോ, ചെയ്യണമോ ചെയ്യരുതോ, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഓരോ കുട്ടികൾക്കും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയോ അച്ഛനോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യൂ, ഇത് ചെയ്യരുത്, ഇത് ചെയ്യൂ, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്? നമ്മളോട് എല്ലാവരോടും കുട്ടിക്കാലത്ത് പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇന്നതേ ചെയ്യാവൂ, അതേ ചെയ്യാവൂ, അങ്ങനെ പല പല കാര്യങ്ങൾ അവർ നമ്മളോട് പറയാറുണ്ട്. You too may feel that your freedom is curtailed. അപ്പൊ നമുക്ക് തന്നെ തോന്നാം എന്താണ്? നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് കർട്ടൈൽഡ് ആണ്, ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് ഫ്രീഡം ഒന്നുമില്ല. വീട്ടുകാർ പറയുന്നത് എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രീഡം. അതൊരിക്കലും ഫ്രീഡം അല്ല അല്ലെ. മറ്റൊരാൾ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരിക്കലും ഫ്രീഡം അല്ല. അപ്പോൾ എന്താണ്? നമ്മുടെ ഫ്രീഡം എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. നമ്മുടെ സൊസൈറ്റിക്ക് അനുകൂലമായിട്ട്, നമ്മുടെ പാരൻസിന് അനുകൂലമായിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മുടെ ഫ്രീഡത്തെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ ഇവിടെ അമാൻഡ എന്ന് പറയുന്ന കുട്ടിയോട് അവളുടെ അമ്മ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. Don't bite your nails, Amanda. Don't hunch your shoulders, Amanda. Stop that slouching and sit up straight, Amanda. There is a languid emerald sea where the sole inhabitant is me, a mermaid drifting blissfully. അപ്പൊ നോക്കിയേ, don't bite your nails, Amanda. അപ്പൊ അമാൻഡ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നെയിൽ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നഖം കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ വന്നിട്ട് പറയുന്നത് എന്താ? Don't bite your nails, Amanda. Amanda, you don't bite your nail. It's a bad habit. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും. അപ്പോൾ എന്താണ്? അമാൻഡ നഖം കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നിട്ട് പറയാണ്, ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്, ഡോണ്ട് ഹഞ്ച് യുവർ ഷോൾഡേഴ്സ്, അമാൻഡ. അപ്പൊ അമാൻഡ എന്ത് ചെയ്തു? ഷോൾഡർ എന്ത് ചെയ്തു? ഇങ്ങനെ കുനിച്ചിരിക്കുക. അപ്പോഴും വീണ്ടും പറയാ, ഡോണ്ട് ഹഞ്ച് യുവർ ഷോൾഡേഴ്സ്, അമാൻഡ. അമാൻഡ, നീ നിന്റെ തോളുകൾ ഇങ്ങനെ ചരിച്ചിരിക്കാൻ പാടില്ല. സ്റ്റോപ്പ് ദാറ്റ് സ്ലൗച്ചിങ് അല്ലെ, അങ്ങനെ കൂനി കൂടി ഇരിക്കുന്നത് മാറ്റിയിട്ട് സിറ്റ് അപ്പ് സ്ട്രൈറ്റ്, അമാൻഡ. അമാൻഡ, യു ജസ്റ്റ് സിറ്റ് അപ്പ് സ്ട്രൈറ്റ് അല്ലെ, നിവർന്ന് നന്നായിട്ട് നിവർന്നിരിക്കൂ അമാൻഡ എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ആണിത് അല്ലെ. നെയിൽ ബൈറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിനൊരു റീസൺ ഉണ്ട്. എന്താണ് നെയിൽ ബൈറ്റ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം? ഇതിലടങ്ങിയിട്ടുള്ള അല്ലെ എന്താണ്? പല അഴുക്കും ഇതൊക്കെ ഡേർട്ടൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ വായിലേക്ക് പോകാനും നമുക്ക് അസുഖം ബാധിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് കുട്ടിക്കാലത്തെ, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടുകാർ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽ അല്ലെ, നഖം കടിക്കാൻ പാടില്ല. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ്? ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്, അമാൻഡ. അമാൻഡ, ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ് അല്ലെ, നഖം കടിക്കരുത്. പിന്നെ പറഞ്ഞു എന്താണ്? നെക്സ്റ്റ് പറഞ്ഞത് ഡോണ്ട് ഹഞ്ച് യുവർ ഷോൾഡേഴ്സ്. നിന്റെ ഷോൾഡേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ഹഞ്ച് ചെയ്യാൻ പാടില്ല അല്ലെ. പിന്നെയോ സ്ലൗച്ച് ചെയ്ത് അല്ലെ, കൂനിക്കൂടി ഇരിക്കാതെ നിവർന്നിരിക്കൂ അമാൻഡ എന്നൊക്കെ അമ്മ പറയാണ്. ആ സമയത്തൊക്കെ അമാൻഡ പക്ഷേ ഒരു സ്വപ്നലോകത്താണ്. അമാൻഡ കാണുന്നത് എന്താണ്? there is a languid emerald sea, മുത്തും പവിഴവും മരതകവും ഒക്കെ നിറഞ്ഞ ഒരു കടൽ. where the sole inhabitant, soul, SOLE, സോൾ, ഒന്ന് എന്നാണ് അർത്ഥം. ഒരേ ഒരു ഇൻഹാബിറ്റന്റ് അവിടത്തെ എന്താണ്?
കടലിലെ ഒരേ ഒരു ഇൻഹാബിറ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു? ഈസ് മീ, ഞാനാണ്. അമാൻഡയാണ്. അമാൻഡ ചിന്തിക്കുകയാണ് എ മെർമൈഡ്, ഞാൻ ആരാണ്? ഒരു മെർമൈഡാണ്. മെർമൈഡ് എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകന്യക അല്ലെ. ഡ്രിഫ്റ്റിംഗ് ബ്ലിസ്ഫുള്ളി, വളരെ സന്തോഷത്തോടെ, വളരെ എന്താണ് ആനന്ദത്തോടു കൂടി ഇങ്ങനെ കടലിലൂടെ പാഞ്ഞു നടക്കുന്ന ഒരു മെർമൈഡാണ് ഞാൻ എന്ന സ്വപ്നം കാണുകയാണ് അല്ലെ. അപ്പോൾ കുട്ടിയോട് ഇവിടെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്? അമാൻഡ എന്ത് ചെയ്യാണ്? അമാൻഡ അവളുടേതായ മറ്റൊരു ലോകത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു മെർമൈഡനാണ് അവളെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഒരു മത്സ്യകന്യകയാണ് അല്ലെ. ഇഷ്ടം പോലെ ഫ്രീ ആയി ചുറ്റാൻ പറ്റുന്ന ഒരു മത്സ്യകന്യക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ അമാൻഡയുടെ ലോകത്ത് എങ്ങനെയാണ് അമാൻഡ ഒറ്റയ്ക്കാണ്. കാര്യം അവിടെ അമാൻഡയെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല. അവിടെ അമാൻഡ വളരെ ഫ്രീ ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി എത്ര വേണമെങ്കിലും അമാൻഡയ്ക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒഴുകി നടക്കാം അല്ലെ. കാരണം അവിടെ അവളുടെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ അവിടേക്ക് വരുന്നില്ല. അപ്പോൾ അമ്മ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാര്യമാണ് ആര് ചിന്തിക്കുന്നത്? അമാൻഡ ചിന്തിക്കുന്നത് അല്ലെ. അമ്മ അമാൻഡയുടെ ഫ്രീഡം കർട്ടൈൽ ചെയ്യുമ്പോൾ അമാൻഡ അവളുടെ ഇമാജിനേഷനിൽ അവൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മെർമെയ്ഡനായിട്ടാണ് കാണുന്നത് അവളെ അല്ലെ. ഒരു മത്സ്യകന്യകയായിട്ടാണ് കാണുന്നത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണ് വീട്ടിൽ നിന്ന്, അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന്, ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ. Did you finish your homework, Amanda? Did you tidy your room, Amanda? I thought I told you to clean your shoes, Amanda. I'm an orphan roaming the street. I patterned soft dust with my hushed bare feet. The silence is golden. The freedom is sweet. Next നോക്കി അടുത്തത്. Did you finish your homework, Amanda? അമ്മ വീണ്ടും ചോദിക്കുകയാണ്. Did you finish your homework? നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. Did you tidy your room, Amanda? അല്ലെ, നിന്റെ റൂം നീ ടൈഡി ആക്കിയോ, ക്ലീൻ ആക്കിയോ അമാൻഡ? വൃത്തിയാക്കി വെച്ചോ അമാൻഡ? I thought, ഞാൻ കരുതുന്നു. I told you to clean your shoes. ഞാൻ നിന്റെ ഷൂസ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. Did you do that? നീ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ വീണ്ടും അടുത്ത സെറ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അമ്മയിൽ നിന്ന് വരികയാണ്. എന്തൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്? Did you finish your homework, Amanda? പിന്നെയോ Did you tidy your room, Amanda? I thought I told you to clean your shoes, Amanda. അല്ലെ, ഇങ്ങനെയൊക്കെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് അമ്മയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അമാൻഡ എന്താ ചിന്തിക്കുന്നത് നോക്കേ. I am an orphan roaming the street. I pattern soft dust with my hushed bare feet. The silence is golden. The freedom is sweet. അമാൻഡ ചിന്തിക്കുകയാണ്, I am an orphan. ഞാൻ ആരാണ്? ഞാനൊരു ഓഫനാണ് അല്ലെ, ഒരു അനാഥ കുട്ടിയാണ്. റോമിങ് ദ സ്ട്രീറ്റിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്? തെരുവുകളിലൂടെ ഞാൻ ഇങ്ങനെ റോം ചെയ്യുകയാണ്, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്, അതായത് ഫ്രീ ആയി സഞ്ചരിക്കുകയാണ്. എന്നിട്ടോ ഐ പാറ്റേൺ ദ സോഫ്റ്റ് ഡസ്റ്റ് വിത്ത് മൈ ഹഷ്ഡ് ബെയർ ഫീറ്റ് അല്ലെ, എൻ്റെ ബെയർ നഗ്നമായ ഫീറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് താഴെയുള്ള ഡസ്റ്റ് പൊടി ഇങ്ങനെ തൂത്ത് കളയുകയാണ്. ദ സൈലൻസ് ഈസ് ഗോൾഡൻ അല്ലെ, ഞാൻ അനുഭവിക്കുന്ന സൈലൻസ്, നിശബ്ദത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോൾഡൻ, അത് വളരെ മനോഹരമാണ്. ദ ഫ്രീഡം ഈസ് സ്വീറ്റ്, ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മധുരമേറിയതാണ്. അപ്പൊ ഇവിടെ വീണ്ടും അമ്മ എന്ത് ചെയ്യാണ്? ഫ്രീഡം കേർട്ടൈൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അമാൻഡ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ചിന്തിക്കുകയാണ്, ഞാനൊരു ഓർഫനാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഇല്ലാത്തത് എന്താണ്? ഫ്രീഡമാണ്. അവിടെ ഉള്ളത്, അവളുടെ ഇമാജിനേഷനിൽ ഉള്ളത് എന്താണ്? ഫ്രീഡം. Don't eat that chocolate, Amanda. Remember you are 18, Amanda. Will you please look at me when I am speaking to you, Amanda? അല്ലെ, വീണ്ടും അമ്മയുടെ അടുത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. I am a Ramsunal. I have not a care. Life in a tower is tranquil and rare. I will certainly never let down my bright hair. അടുത്ത ഇൻസ്ട്രക്ഷൻസ്. Don't eat that chocolate, Amanda. Amanda, don't eat that chocolate. നീ എന്ത് ചെയ്യാൻ പാടില്ല? ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല അല്ലേ. പിന്നെയോ റിമെമ്പർ യുവർ ഏക്കിൻ, അമാൻഡ അല്ലേ, എന്ത് ചെയ്യുക? നിന്റെ ഏക്നി അല്ലേ, അതിനെക്കുറിച്ച് നീ ഓർക്കുക. നിന്റെ എന്താണ് ടൂത്ത് ഏക്കിനെ കുറിച്ച് നീ ഓർക്കുക.
Will you please look at me when I am speaking to you, Amanda? Will you please look at me when I am speaking to you? അല്ലെ, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യൂ അമാൻഡ എന്ന് എന്ത് ചെയ്യാണ് പറയുക. അപ്പൊ അമാൻഡയുടെ മനസ്സിലുള്ള ചിന്താഗതി എന്താണ്? I am Rapunzel. I have not a care. Life in a tower is tranquil and rare. I will certainly never let down my bright hair. അല്ലെ, എന്താണ് റാങ്കിൾ അല്ലെ, റാംപെൻസൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മുടെയൊക്കെ എന്താണ് മിത്തോളജിയിലുള്ള ഒരു കഥാപാത്രമാണ് അല്ലെ. അപ്പോൾ അതാണെന്നാണ് അമാൻഡ ചിന്തിക്കുന്നത്. ഐ ഹാവ് നോട്ട് എ കെയർ, എനിക്കൊരു പ്രശ്നവുമില്ല ഒന്നിലും അല്ലെ. ലൈഫ് ഇൻ എ ടവർ ഈസ് ട്രാങ്കുൽ ആൻഡ് റയർ. ഒറ്റയ്ക്ക് ഒരു ടവറിലാണ് അത് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒറ്റയ്ക്ക് ഒരു ടവറിൽ ഇങ്ങനെ മറ്റാരുമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് ട്രാങ്കുൽ. ട്രാങ്കുൽ എന്ന് വെച്ചാൽ പ്രശാന്ത സുന്ദരം, വളരെ ശാന്ത സുന്ദരമായത് എന്നാണ് അർത്ഥം അല്ലെ. ഐ വിൽ സർട്ടൻലി നെവർ ലെറ്റ് ഡൗൺ മൈ ബ്രൈറ്റ് ഹെയർ അല്ലെ, ഞാൻ എൻ്റെ തിളങ്ങുന്ന മുടി ഒരിക്കലും താഴെ ഇടുകയില്ല അല്ലെ. റാംപെൻസൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മുടിക്ക് വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. നോക്കൂ, സ്റ്റോപ്പ് ദാറ്റ് സൾക്കിംഗ് അറ്റ് ഓൺസ് അമാൻഡ, യു ആർ ഓൾവേസ് സോ മൂഡി അമാൻഡ, എനിവൺ വുഡ് തിങ്ക് ദാറ്റ് ഐ നാഗ്ഡ് അറ്റ് യു അമാൻഡ. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അമ്മ പറയാണ്, സ്റ്റോപ്പ് ദാറ്റ് സൾക്കിംഗ് അറ്റ് ഓൺസ് അമാൻഡ, നീ ഇങ്ങനെ ഇരിക്കല്ലേ അമാൻഡ, യു ആർ ഓൾവേസ് സോ മൂഡി, നീ എപ്പോഴും വളരെ മൂഡിയാണ്. എന്താ മൂഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. എനിവൺ വുഡ് തിങ്ക്, ആര് വേണമെങ്കിലും ചിന്തിക്കും, ദാറ്റ് ഐ നാഗ്ഡ് അറ്റ് യു അമാൻഡ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് അല്ലെ. ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നായിരിക്കും ആര് കണ്ടു കഴിഞ്ഞാലും ചിന്തിക്കുന്നത് അല്ലെ. അപ്പോൾ ഞാൻ നിന്നെ വഴക്കൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അമാൻഡ എന്ന് വീണ്ടും അമ്മയുടെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണ് അല്ലെ. അപ്പോഴേ അമാൻഡ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് അമാൻഡ എപ്പോഴും ചിന്തിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? അമാൻഡ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, ഷീ വോണ്ട്സ് ഫ്രീഡം അല്ലെ. അവൾക്ക് എന്താണ് ആവശ്യം? സ്വാതന്ത്ര്യമാണ് ആവശ്യം അല്ലെ. ഒരിക്കലും അമ്മയെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ മറ്റാരെയും ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല അവൾ എന്ത് ചെയ്യുന്നത്. ഒറ്റയ്ക്കാവണം അല്ലെ, ഒരു മെർമെയ്ഡനാവണമെന്നോ ഓർഫനാകണമെന്നോ റാംപെൻസൽ ആകണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ഷീ വോണ്ട്സ് ഫ്രീഡം അല്ലെ. ഏറ്റവും ആവശ്യം, ഏതൊരു മനുഷ്യനും ഏറ്റവും ആവശ്യം എന്താണ്? ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ ഞാനായിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡമാണ് അമാൻഡയ്ക്ക് ആവശ്യം. അമാൻഡയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡമാണ് അമാൻഡയ്ക്ക് വേണ്ടത് അല്ലെ. ഏതൊരു മനുഷ്യനും വേണ്ടത് അത് തന്നെയാണ്. പക്ഷേ അവർ ഫ്രീഡം ഈസ് കർട്ടൈൽഡ്. നമ്മുടെ ഫ്രീഡം എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? കർട്ടൈൽഡ് ആക്കിയിരിക്കുകയാണ് അല്ലെ. കർട്ടൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് അമാൻഡയെ നമുക്ക് ആര് വേണമെങ്കിലും എടുക്കാം അല്ലെ. അമാൻഡ എന്ത് ചെയ്യാണ്? ഒരു സൊസൈറ്റിയിലെ ഒരു ഗുഡ് പേഴ്സൺ ആക്കി ആര് മാറ്റുകയാണ്? പാരന്റ്സ്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരായാൽ അല്ലെ. അപ്പൊ ഈ കമാൻഡ് ചെയ്യുന്ന പേഴ്സൺ അല്ലെ എന്ത് ചെയ്യാണ്? അമാൻഡയെ സൊസൈറ്റിയിലുള്ള ഒരു നല്ല പേഴ്സൺ ആക്കി മാറ്റുകയാണ്. എന്തൊക്കെയാണ് അമാൻഡയോട് ചെയ്യാൻ പറയുന്നതെങ്കിൽ മോശം കാര്യമാണോ ചെയ്യാൻ പറയുന്നത്? അല്ല, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അമാൻഡയോട് റൂം വൃത്തിയാക്കാൻ പറയുന്നു, അമാൻഡയോട് അത് ചെയ്യാൻ പറയുന്നു, ഇത് ചെയ്യാൻ പറയുന്നു, ഹോംവർക്ക് ചെയ്തോന്ന് ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്, ഒരിക്കലും മോശമല്ല പറയുന്നത്. അപ്പോൾ പക്ഷേ ആ കാര്യങ്ങൾ പോലും ഒരാളുടെ എന്താണ് പേഴ്സണലായിട്ടുള്ള, അമാൻഡയെ പോലൊരു കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ അല്ലെ, പേഴ്സണൽ ഫ്രീഡത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് ഫിറ്റാക്കി വെക്കുന്നൊരു പേഴ്സണ് അവൻ്റേതായിട്ടുള്ള വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറേ എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ പോയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് അമാൻഡ എന്ന് പറയുന്ന പോയം അല്ലേ. ഇപ്പൊ അമാൻഡയോട് ഓരോ തവണ എന്ത് ചെയ്യുമ്പോഴും, ഓരോന്ന് ഇൻസ്ട്രക്ട് ചെയ്യുമ്പോഴും അമാൻഡ ആഗ്രഹിക്കുകയാണ് എന്താവണമെന്ന്? ഒരു ഓർഫൻ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം അമാൻഡ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ്? ഇറ്റ് ബ്രിങ്സ് പീസ്, ഇറ്റ് ബ്രിങ്സ് ഫ്രീഡം അല്ലെ. അപ്പോൾ വേണ്ടത് എപ്പോഴും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒരു കുട്ടിയായാലും ശരി, ഒരു അഡൽട്ട് പേഴ്സൺ ആയാലും ശരി, ആരും തന്നെ എന്ത് ചെയ്യുന്നതല്ല, ഇഷ്ടപ്പെടുന്നതല്ല ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമാൻഡ്സ്. അവർക്ക് എല്ലാവർക്കും ഫ്രീ ആയ ഓരോ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിന് ഒരുപാട് എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റില്ല അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അമാൻഡ എന്ന് പറയുന്ന കുട്ടിയിൽ എന്ത് ചെയ്യണം? അവൾ ഇതൊന്നും കെയർ ചെയ്യുന്നേയില്ല, ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ
കെയർ ചെയ്യുന്നില്ല. അവൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? അവൾ അവളുടേതായിട്ടുള്ളൊരു ഇമാജിനേറ്റീവ് വേൾഡിൽ ഒറ്റയ്ക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവളെ ചിത്രീകരിക്കുന്നു അല്ലേ. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് അമാൻഡയ്ക്ക് എത്രത്തോളം മുഖ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഹൗ ഡു യു തിങ്ക് അമാൻഡ ഈസ്, ഹൗ ഡു യു നോ ദിസ് അല്ലെ. ഹൗ ഓൾഡ് യു തിങ്ക് അമാൻഡ ഈസ്, ഹൗ ഡു യു നോ ദിസ്. നിങ്ങൾ എഴുതേണ്ട കുറേ ക്വസ്റ്റ്യൻസാണ്. ഹൗ ഓൾഡ് യു തിങ്ക് അമാൻഡ ഈസ്, അമാൻഡയ്ക്ക് എത്ര പ്രായമായി കാണുമെന്നാണ് ചിന്തിക്കുന്നത്. ഹൗ ഡു യു നോ ദിസ്, എന്തായാലും ഒരു സ്കൂൾ ഗേൾ ആണെന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ. കാരണം എന്താണ്, ഹോംവർക്ക് ഉണ്ട് അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രായമൊക്കെ നമുക്ക് ഊഹിക്കും. ഹു ഡു യു തിങ്ക് ഈസ് സ്പീക്കിംഗ് ടു ഹെർ, ആരായിരിക്കാം അവളോട് സംസാരിക്കുന്നത്. വൈ ആർ സ്റ്റാൻസസ് 2, 4 and 6 given in parenthesis. Who is the speaker in stanza 2, 4 and 6? Do you think the speaker is listening to the speaker in stanzas 1, 3, 4, 5 and 7? അല്ലേ. അപ്പോൾ ആരായിരിക്കാം ഈ 2, 4, 6 സ്പീക്കർ? ആരാണ്? അമാൻഡയുടെ ഇന്നർ സെൽഫാണ് സംസാരിക്കുന്നത്. ആ ഇന്നർ സെൽഫ് എന്ത് ചെയ്യുന്നില്ല? ബാക്കി ഈ ഇൻസ്ട്രക്ഷൻസ്, അതായത് 1, 3, 5, 7 കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ കേൾക്കുന്നു. വാട്ട് കുഡ് അമാൻഡ ഡു ഇഫ് ഷീ വെയർ എ മെർമെയ്ഡ്? ഒരു മെർമെയ്ഡ് ആയിരുന്നുവെങ്കിൽ, ഒരു ഒരു മത്സ്യകന്യക ആയിരുന്നുവെങ്കിൽ അല്ലെ, എന്ത് ചെയ്യുമായിരുന്നു അമാൻഡ? എന്ത് ചെയ്യുമായിരുന്നു അമാൻഡ? എന്ത് ചെയ്തേനെ? വളരെ ബ്ലിസ്ഫുൾ ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്തേനെ. പിന്നെയോ, ഡു യു നോ ദ സ്റ്റോറി ഓഫ് റാംപെൻസൽ? വൈ ഡസ് ഷീ വാണ്ട്സ് ടു ബി എ റാംപെൻസൽ? അത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് റാംപെൻസൽ എന്നും എന്തുകൊണ്ടാണ് അമാൻഡ റാംപെൻസൽ ആകാൻ ആഗ്രഹിക്കുന്നതും ഉള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് എഴുതേണ്ട ഒന്നാണ്. വാട്ട് ഡസ് ദ ഗേൾ ഏൺ ഫോർ? വാട്ട് ഡസ് ദ പോയം ടെൽ യു അബൌട്ട് അമാൻഡ? അല്ലെ, എന്താണ് ആ ഗേൾ ഏൺ ചെയ്യുന്നത്? എന്താണ് അവൾ ആഗ്രഹിക്കുന്നത്? എന്താണ് അവൾ ആഗ്രഹിക്കുന്നത്? ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അമാൻഡയുടെ കഥ പറയുന്നത് നമ്മളോട്? ഫ്രീഡം ഈസ് ബെറ്റർ ദാൻ എന്താണ് എനി റിലേഷൻഷിപ്സ് അല്ലെ. ഏതൊരു ബന്ധത്തിനേക്കാളും വലുത് എപ്പോഴും എന്ത് തന്നെയാണ്? സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ്. റീഡ് ദ ലാസ്റ്റ് ആൻസർ. ഡു യു തിങ്ക് അമാൻഡ ഈസ് സൾക്കിംഗ് ആൻഡ് ഈസ് മൂഡി അല്ലെ. ഡു യു തിങ്ക് അമാൻഡ ഈസ് സൾക്കിംഗ് ആൻഡ് ഈസ് മൂഡി? അമാൻഡ വളരെ മൂഡി ആയിട്ടിരിക്കുകയാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? കാര്യം എന്ത് ചെയ്യുന്നില്ല, അമ്മയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല. അതൊരിക്കലും മൂഡി ആയതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ഷീ ഈസ് ഇമാജിനിങ് ഹെർസെൽഫ് അല്ലെ. അവൾ സ്വയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഫ്രീഡത്തെക്കുറിച്ച്, ഒറ്റയ്ക്കായാൽ കിട്ടുന്ന ഫ്രീഡത്തെക്കുറിച്ച്, ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ ഉള്ള ഫ്രീഡത്തെക്കുറിച്ചെല്ലാം അവളിങ്ങനെ സ്വയം ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അമാൻഡ എന്ന് പറയുന്ന പോയം. അപ്പോൾ ആ പോയം കൂടി നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, നോട്ട്സ് ബാക്കിയുള്ള നോട്ട്സ് ഇവിടെ നിന്ന് അയച്ചു തരും. അതൊക്കെ എഴുതിയെടുക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന വർക്കുകളെല്ലാം ചെയ്യുക. ഓക്കെ.